നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വ്യോമ മേഖല കീഴടക്കാൻ ഒരാൾ വരികയാണ്. കാവേരി എഞ്ചിൻ വിമാന പരീക്ഷണത്തിനായി അംഗീകരിച്ചു എന്ന സുപ്രധാന വാർത്ത പുറത്തുവരുന്നു. ഇത് അംഗീകരിച്ചത് ഇന്ത്യയുടെ എയ്റോസ്പേസ് മേഖലയ്ക്ക് ഒരു സുപ്രധാന മുന്നേറ്റമായി കണക്കാക്കണം. അതുപോലെ തന്നെ തദ്ദേശീയ ജെറ്റ് എഞ്ചിനുകളുടെ ദീർഘകാല വികസനത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായി ഇത് മാറിയിരിക്കുകയാണ്. 1980കളുടെ അവസാനം മുതൽ ഈ പദ്ധതിയിൽ പ്രവേശിച്ചിരുന്ന പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ DRDOയുടെ ഭാഗമായ ഗ്യാസ് ടർബൈൻ ഗവേഷണ സ്ഥാപനമാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് LCA തേജസിന് ശക്തി പകരുന്നതിനായി ആദ്യം രൂപകൽപ്പന ചെയ്ത കാവേരി എഞ്ചിൻ തേജസ് പ്രോഗ്രാമിനായി ഡീസർട്ടിഫിക്കേഷൻ ചെയ്യുന്നതിലേക്ക് നയിച്ച സാങ്കേതിക തടസ്സങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളായി നിരവധി വെല്ലുവിളികൾ നേരിട്ട് വരികയായിരുന്നു. ഈ തടസ്സങ്ങൾക്കിടയിലും ഖഡക് സ്റ്റെൽത്ത് UCAV പ്രോഗ്രാം പോലെയുള്ള ആളില്ല ആകാശവാഹനങ്ങളിൽ UAV ഉപയോഗിക്കുന്നതിനായി എഞ്ചിന്റെ ഒരു ഡ്രൈ വേരിയന്റ് വികസിപ്പിക്കുന്നതിലേക്ക് DRDO ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ്. കാവേരി എഞ്ചിൻ വിപുലമായ ഗ്രൗണ്ട് ടെസ്റ്റിങ്ങിനും അതുപോലെ തന്നെ പരിഷ്കാരങ്ങൾക്കും വിധേയമായി. UAV ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമായ ഏകദേശം 49 മുതൽ 51 kN ഡ്രൈ ത്രസ്റ്റ് നേടി എന്നതാണ്. കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ പറക്കൽ സാഹചര്യങ്ങൾക്കായി ഈ ത്രസ്റ്റ് 73 മുതൽ 75 kN വരെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ആഫ്റ്റർ ബേണർ സംയോജിപ്പിക്കാനുള്ള പദ്ധതികൾ നിലവിലുണ്ടെന്നതാണ് മനസ്സിലാക്കുന്നത്. റഷ്യയിൽ നടത്തിയ ഉയരത്തിലുള്ള സിമുലേഷനുകളും ഇന്ത്യയിൽ വിപുലമായ ഗ്രൗണ്ട് ട്രയലുകളും ഉൾപ്പെടെയുള്ള കർശനമായ പരീക്ഷണ ഘട്ടങ്ങൾ പാലിച്ചാണ് ഇൻഫ്ലൈറ്റ് പരീക്ഷണങ്ങൾക്കുള്ള അനുമതി ലഭിക്കുന്നത്. ഈ പരീക്ഷണങ്ങളുടെ വിജയകരമായ പൂർത്തീകരണം സൂചിപ്പിക്കുന്നത് പരിമിതമായ തോതിലാണെങ്കിലും കാവേരി എഞ്ചിൻ വിമാന സംയോജനത്തിന് പര്യാപ്തമായ ഒരു പക്വത നിലനിർത്തുന്നു എന്നതാണ്. വിവിധ ഫ്ലൈറ്റ് ഡൈനാമിക്സിനോട് എഞ്ചിൻ എത്രത്തോളം പ്രതികരിക്കുന്നുവെന്നും വിമാന സംവിധാനങ്ങളുമായി എത്രത്തോളം സംയോജിപ്പിക്കുന്നുവെന്നും ഇനി വരാനിരിക്കുന്ന മറ്റ് പരീക്ഷണങ്ങൾ വഴി വിലയിരുത്തപ്പെടുമെന്നതാണ്. ഈ വികസനം കേവലം സാങ്കേതികമല്ല. ഇന്ത്യയുടെ പ്രതിരോധ ശേഷികൾക്ക് ഇതിന് കാര്യമായ തന്ത്രപരമായ പ്രാധാന്യമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു തദ്ദേശീയ എഞ്ചിന്റെ വിജയകരമായ വിന്യാസം വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഇത് ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വത്തിനും നിർണായകമാണ്. ഈ നേട്ടം വലിയ രീതിയിൽ ശ്രദ്ധേയമാണെങ്കിലും വെല്ലുവിളികൾ നിലനിൽക്കുന്നു എന്നതാണ്. ദീർഘകാലത്തെ വിമാന പരീക്ഷണങ്ങളിൽ കാവേരി എഞ്ചിൻ എൻഡ്യൂറൻസ്, എഫിഷ്യൻസി, അഡാപ്റ്റബിലിറ്റി എന്നിവ പ്രകടിപ്പിക്കണം. DRDOയും GTREയും എഞ്ചിൻ കൂടുതൽ പരിഷ്കരിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന നിലവിലെ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുകയോ അത് മറികടക്കുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കാവേരി 2.0 എന്നറിയപ്പെടുന്ന നവീകരിച്ച പതിപ്പിനുള്ള പദ്ധതികളും ഇനിയുണ്ട്. വിമാന പരീക്ഷണത്തിനായി കാവേരി എഞ്ചിന്റെ അംഗീകാരം ഇന്ത്യയുടെ എയ്റോസ്പേസ് കഴിവുകളിൽ ഒരു പ്രധാന കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് നൂതന ജെറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലേക്ക് രാജ്യത്തെ അടുപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കുറച്ച് നാളുകളായി പേജ് റോഡ് പ്രേക്ഷകരുടെ ഒരു വിഷമമായിരുന്നു ഇന്ത്യക്ക് സ്വന്തമായി വികസിപ്പിച്ച ഒരു എഞ്ചിൻ ഇല്ല എന്നുള്ളത്. എന്നാൽ അതിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഈ ഒരു വാർത്തയുടെ മാസ് എൻട്രി. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.